നമസ്കാരം. രാജൻ ജോർജ് ഹോംസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വിൻഡോ ഗ്രില്ലുകളെ പറ്റിയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ കൺസ്ട്രക്ഷൻ നടത്തിയിരുന്നത് ജനലുകൾക്ക് ഗ്രില്ല് വെച്ചിട്ടാണ്. വിവിധങ്ങളായ ഡിസൈനുകളിൽ വർക്ക്ഷോപ്പിൽ ഗ്രില്ല് വെൽഡ് ചെയ്ത് അത് കാർപ്പൻറ്റേഴ്സ് ജനലിൽ ഫിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് കുറേ ആളുകൾ ഗ്രില്ല് കൊണ്ടുള്ള ജനലുകൾ ഉണ്ടാക്കി. കുറേ ആളുകൾ കമ്പിയും പട്ടയിലേക്കും മാറി. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായിട്ട് 12 mm റൗണ്ട് കമ്പി കൊടുക്കുകയും വെർട്ടിക്കലായി 1.25 ഇഞ്ച് 1/4 ഇഞ്ച് പട്ട അല്ലെങ്കിൽ 32 mm × 6 mm പട്ട, ഇരുമ്പിൻ്റെ പട്ട കൊടുക്കുകയുമാണ് പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പുതിയ ട്രെൻഡ്, വളരെയധികം ആളുകൾ ഒരു ഡയറക്ഷനിൽ മാത്രം കമ്പി കൊടുത്ത് വിൻഡോ ഗ്രില്ല് അല്ലെങ്കിൽ വിൻഡോയുടെ സേഫ്റ്റി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് പ്രാചീന കേരളത്തിലെ മരത്തിൻ്റെ ഗ്രില്ലിനെ അനുസ്മരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? ഒരു 60 കൊല്ലം മുമ്പ് കേരളത്തിൽ മാനുവലായിട്ടുള്ള കാർപ്പൻട്രി വർക്ക് മാത്രമേ ഉള്ളൂ. അന്ന് വർക്ക്ഷോപ്പില്ല, വെൽഡിംഗ് ഇല്ല, ഗ്രില്ലുകളുമില്ല. അപ്പോൾ അന്ന് ചെയ്തിരുന്നത് കാർപ്പൻറ്റേഴ്സ് മാനുവലായിട്ട് ഉടൻ ബാറുകൾ ഉണ്ടാക്കി അത് ഹൊറിസോണ്ടലായി ഒരു ഡയറക്ഷനിൽ കൊടുത്ത് ജനൽ ഉണ്ടാക്കിയാണ് ചെയ്തിരുന്നത്. അത് അനുകരിച്ച് ആണെന്ന് പറയാം ഇപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രം കമ്പികൾ കൊടുത്ത് ജനൽ ഉണ്ടാക്കുന്നത്. അത് സേഫ്റ്റി ആണോ? നമുക്ക് അതിൻ്റെ ഗുണദോഷ വശങ്ങളിലേക്ക് ഒന്ന് പോകാം. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സേഫ്റ്റി ഇല്ല. കാര്യം എന്താ? ഒരു കള്ളന് ഈ 2 കമ്പികളുടെ ഇടയിൽ ഒരു മരത്തിൻ്റെ ഗേഡർ ഇട്ട് തിക്കി വളരെ എളുപ്പന്ന് ഈ ഹൊറിസോണ്ടൽ ബാറുകൾ മരത്തിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കുന്നതിന് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് കമ്പിയും പട്ടയും അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിരുന്ന സ്ഥാനത്ത് വെന്റിലേഷൻ മാത്രം, ടോയ്ലറ്റിൻ്റെ വെന്റിലേഷൻ മാത്രം 2-3 വീടുകളിൽ ഹൊറിസോണ്ടലായി മാത്രം കമ്പി കൊടുത്തിട്ട് ടോയ്ലറ്റല്ലേ അത് മതി എന്ന് വിചാരിച്ച് ചെയ്തു. അങ്ങനെ ചെയ്ത എല്ലാ വീടുകളിലും കള്ളം കയറുകയും പിന്നെ അത് വെർട്ടിക്കലായി കമ്പി കൂടെ വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ വിൻഡോയ്ക്ക് ഇങ്ങനെ സേഫ്റ്റി കൊടുക്കുന്നത്? പ്രൊട്ടക്ഷൻ, തെറ്റ്. ഇന്ന് CCTV ക്യാമറ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അത് മറികടക്കാൻ ഒക്കെ കള്ളന്മാർ വളരെ വിദഗ്ധരാണ്. അത് ഒരു സേഫ്റ്റി അല്ല. വീടടച്ച് നമ്മൾ ആഴ്ചകൾ പുറത്തു പോകുമ്പോൾ ഒക്കെ വീട്ടിലെ സേഫ്റ്റി ചെറിയ കാര്യമല്ല. ഇനി ഒരു ഡയറക്ഷനിൽ മാത്രം കമ്പി കൊടുക്കുന്ന ഷോയാണോ? ഷോ എന്ന് പറയുന്നത് റിലേറ്റീവാണ്. അത് കാഴ്ചക്കാരുടെ അഭിപ്രായവും മൈൻഡ് സെറ്റും അനുസരിച്ചാണ്. 2 ഡയറക്ഷനിലും കമ്പിയും അല്ലെങ്കിൽ പട്ടയും ഉള്ളത് ഷോയാണെന്ന് വേറെ ചിലർക്ക് പറയാം. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രം കമ്പി കൊടുത്ത് ജനലുകൾ ഉണ്ടാക്കുന്ന ട്രെൻഡ് സേഫ്റ്റി ആസ്പെക്റ്റിൽ പെട്ടെന്ന് അപ്രത്യക്ഷമാകാം. പിന്നെ ഈ കമ്പിയും പട്ടയും കൊടുക്കുമ്പോൾ 1.25 ഇഞ്ച് 1/4 ഇഞ്ച് പട്ടയ്ക്ക് പകരം അല്പം കൂടെ വലിപ്പമുള്ള ഹോളോ റെക്ടാങ്കുലർ ട്യൂബ്സ് കൊടുത്താൽ 40 mm × 18 mm ട്യൂബ്സ് കൊടുത്താൽ അല്പം കൂടെ ഷോ ആയിട്ട്, വലിയ സൈസിൽ തോന്നുന്നുണ്ട്, അല്പം കൂടെ ഷോ ആയിട്ട് വരും. ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട്
ഞാൻ ഒരു പുതിയ മെത്തേഡ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അത് ഇതാണ്. നമ്മൾ ഹൊറിസോണ്ടലായിട്ടുള്ള ബാറുകൾക്ക് പകരം, കമ്പിയും പട്ടയ്ക്ക് കൊടുക്കുന്നതിന് പകരം 2 ഡയറക്ഷനിലും 12 mm സ്ക്വയർ റോഡുകൾ കൊടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 mm സ്ക്വയർ റോഡുകൾ 2 ഡയറക്ഷനിൽ പാകുന്നു എന്ന് പറയാം. ഒരു കമ്പിയുടെ മുകളിലാണ് മറ്റു ഡയറക്ഷനിൽ കമ്പി ചേർത്ത് വെക്കുന്നത്. എന്നിട്ട് അവ വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. 2 ഡയറക്ഷനിലും ഈ കമ്പികൾ 12 mm സ്ക്വയർ റോഡുകൾ, ചതുരക്കമ്പികൾ അടിച്ചു കയറ്റുന്നു. ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് ഇത് ചേർന്നിരിക്കുന്നത്. എന്നിട്ട് എല്ലാ ജോയിന്റും വെൽഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടെക്നോളജിയാണ് അത്. കൊടുത്തിട്ടുള്ള എല്ലായിടത്തും എല്ലാവരും 100% ഹാപ്പിയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ലോ കോസ്റ്റ്. ഈ കമ്പിയും പട്ടയും കൊടുക്കുമ്പോൾ അതിന് എല്ലാ പട്ടയ്ക്കും ഹോൾ ഇടണം. ഹോൾ ഇടുന്നത് കോസ്റ്റ്ലിയാണ്. വർക്ക്ഷോപ്പിൽ കൊണ്ട് വേണം ഹോൾ ഇടാൻ. ഹോൾ ഇടുന്നത് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ കമ്പി ചിലപ്പോൾ ആ ഹോളിൽ കയറിയെന്ന് വരില്ല. ഇവിടെ നമ്മൾ ഹോളുകൾ ഇടുന്നില്ല. അതിന് പകരം 2 ഡയറക്ഷനിലും ചേർത്ത് വെച്ച 12 mm സ്ക്വയർ റോഡുകൾ വെൽഡ് ചെയ്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് സൈറ്റിലേക്ക് വെൽഡിംഗ് സെറ്റുമായി ഒരു വർക്ക്ഷോപ്പുകാരനെ വരുത്തിയാൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ കംപ്ലീറ്റ് ജനലുകൾ വെൽഡ് ചെയ്ത് തീർത്ത് പോകുന്നതിന് സാധിക്കും. അവർക്ക് അതിൻ്റെ തച്ച് കാശും മെഷീൻ്റെ വാടകയും മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. 2, സേഫ്റ്റി. വെൽഡിങ് ബ്രേക്ക് ചെയ്ത് ഒരു കള്ളനും വീടിനകത്ത് കയറില്ല. കാരണം എന്താ? വെൽഡിങ് ബ്രേക്ക് ചെയ്യുമ്പോൾ വലിയ സൗണ്ട് ഉണ്ടാവും. അങ്ങനെ സൗണ്ട് ഉണ്ടാകുന്നതുകൊണ്ട് ആ റിസ്ക് എടുക്കാനായിട്ട് ഒരു കള്ളനും ധൈര്യപ്പെടില്ല. അപ്പോൾ സേഫ്റ്റിയാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. പിന്നെ ഷോ. 2 ഡയറക്ഷനിലും ചതുരക്കമ്പി പാകിയിട്ട് വെൽഡ് ചെയ്യുന്നതുകൊണ്ട് അത് ഗ്രില്ലിൻ്റെ ഷോ ഉണ്ട്. അതേസമയത്ത് വർക്ക്ഷോപ്പിൽ ഗ്രില്ലുണ്ടാക്കി നമ്മൾ മരത്തിൽ ഫിറ്റ് ചെയ്താൽ അത് വളരെ ലേബർ ഇൻറ്റൻസീവാണ്. വർക്ക്ഷോപ്പുകാർ വലിയ തുക മേടിക്കും. തന്നെയുമല്ല, ഇത് സെറ്റ് ചെയ്യുന്നതിന് കാർപ്പൻറ്റേഴ്സും വലിയ തുക മേടിക്കും. അപ്പോൾ ഈ മെത്തേഡ് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ ഷോയാണ്. അപ്പോൾ ഏത് കമ്പനിയുടെ കമ്പിയാണ് ഉപയോഗിക്കേണ്ടത്? ഞാൻ പല കമ്പനികൾ പരീക്ഷിച്ചിട്ട് ഞാൻ മെറ്റ്കോൺ TMT കമ്പികൾ ആണ് ഉപയോഗിക്കുന്നത്. മെറ്റ്കോൺ TMT കമ്പികൾ വളരെ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ്. അത് വളവും ഇല്ലാതെ കിട്ടുന്നു, ഡ്യൂറബിളാണ്. അതുപോലെ വാർക്കയ്ക്ക്, ഈ കോൺക്രീറ്റ് വാർക്കയ്ക്കും വർഷങ്ങളായിട്ട് ഞാൻ പല ബ്രാൻഡുകൾ പരീക്ഷിച്ചിട്ട് മെറ്റ്കോൺ TMT കമ്പികളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം കോൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ ക്വാളിറ്റി ലഭിക്കുന്നതുകൊണ്ട്. താങ്ക് യു.